എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒരു ടെക്നിക്കാണ് ഹൗ ടു സെറ്റ് ദ ഓട്ടോമാറ്റിക് റോ നമ്പർ ഇൻ എക്സൽ എന്നുള്ളതാണ് ടോപ്പിക്ക്. അപ്പം എക്സലിൻ്റെ പാർട്ട് നമ്പർ 16 ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെയും വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ആഗ്രഹമുള്ളവർക്ക് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ റോ നമ്പർ ഇൻസെർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എക്സലിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫങ്ഷനാണ് റോയോ ഫങ്ഷന്, സീക്വൻസ് ഫങ്ഷനൊക്കെ. അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ എംപ്ലോയിയുടെ കോഡുണ്ട്, എംപ്ലോയിയുടെ നെയിമുണ്ട്, ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സെക്സ് ഉണ്ട്, ബേസിക് സാലറി. ഇതാണ് നമ്മുടെ ഒരു ഡേറ്റാബേസ്. ഇതാണ് എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ഇൻസെർട്ട് ചെയ്യണം അല്ലേ. സാധാരണ നമ്മളിങ്ങനെ കുറേ ഇപ്പം ഒരു 1000 2000 നെയിമുണ്ട്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്പർ നമ്മൾ ഇവിടെ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്തടിക്കും, 1 അടിക്കും, പിന്നെ 2 ഇവിടെ ടൈപ്പ് അടിക്കും, എന്നിട്ട് രണ്ടും കൂടെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്പർ ഇപ്പം എത്ര നമ്പറുണ്ടോ അത്രയും നമ്പർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസെർട്ട് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് സാധാരണ നമ്മൾ പതിവ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ സീരിയൽ നമ്പർ ഡിസ്പ്ലേ ചെയ്ത് വരും. പക്ഷേ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് 3-4 റോസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ 2 ജനറ്റും മോഹനെയും എനിക്ക് ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പം ഇങ്ങനെ 2 നമ്പർ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നമ്മൾ ഒന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ബട്ടൺ ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് എടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഹോമിൽ ഡിലീറ്റ് എടുത്തിട്ട് ഡിലീറ്റ് ഷീറ്റ് റോ കണ്ടില്ലേ, ഇവിടെ വന്ന് നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്യുമ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഡിലീറ്റ് ചെയ്യുമ്പം ഇവിടെ 4 കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് പിന്നെ 4 വരുന്നത് കണ്ടോ. 4 റോ ഇവിടെ കിടക്കുന്നത്. 1 കഴിഞ്ഞിട്ട് ഏതാവും, 4. പിന്നെ നമ്മളിവിടെ റോ പിന്നെ ഇൻസെർട്ട് ചെയ്യണം. നമുക്ക് അങ്ങനെയല്ല, ഓർഡറായിട്ട് തന്നെ നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് 1 2 എന്നുള്ള ആ ഒരു ഓർഡർ അനുസരിച്ച് തന്നെ ഡിസ്പ്ലേ ചെയ്ത് വരണം. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് റോയോ ഫങ്ഷൻ. നമുക്ക് 1 കഴിഞ്ഞ് 4 കണ്ടില്ലേ. ഞാൻ ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്ത് കാണിക്കാം. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു, ഞാനിവിടെ ഡിലീറ്റ് എടുത്തിട്ട് റോ എന്ന് പറയുന്നു. അപ്പം നോക്കണം. അപ്പം 1 കഴിഞ്ഞ് പിന്നെ എന്തായി, 4 5 എവിടെ പോയി, 5 ഇല്ല, 6. അതുപോലെ ജോണിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ എല്ലാം ഈ റോ നമ്പർ നമുക്ക് തെറ്റിപ്പോവും. ചില സമയത്ത് നമ്മൾ പ്രിൻ്റൊക്കെ എടുത്ത് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് റോ നമ്പർ നമുക്ക് തെറ്റിയിട്ടായിരിക്കും നമുക്ക് വരിക. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് കറക്റ്റ്, നമ്മളിവിടെ ഡിലീറ്റ് ചെയ്താലും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇത് ഓർഡറായിട്ട് തന്നെ വരണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഒരു ഈക്വൽ സൈൻ കൊടുക്കുക, എന്നിട്ട് റോ എന്ന് ടൈപ്പ് അടിക്കുക. റോ ഇട്ടിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പം നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ എന്ത് വരും, ഈ 2ാമത്തെ റോ ആണിതെന്ന് ഇപ്പം കാണിക്കുകയാണ്. ഇത് റോ എന്ന് വെച്ചാൽ സെക്കൻഡ് റോ ആണെന്ന് കാണിച്ചു അല്ലേ. ഇങ്ങനെ ഈ റോ ഇവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മളെടുത്ത് മൈനസ് എടുത്തിട്ട് 1 അടിക്കുക. അപ്പോൾ എന്താണ്, 1 വരും. അപ്പം ഈ റോ -1, അപ്പം 1 വന്നു. എന്നിട്ടൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തല്ലോ. അപ്പോൾ 7 വരെ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ 3 എന്നുള്ളത് 2ഉം 3ഉം 1 ഉണ്ടോ, ഇങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് 5 മുതൽ 10 വരെ അല്ലെങ്കിൽ 2 തൊട്ട് 3 വരെ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഡിലീറ്റ് ചെയ്താലും റോ നമ്പർ ഓർഡർ അനുസരിച്ച് തന്നെ ഡിസ്പ്ലേ ചെയ്ത് വരണം. ഈ ഡിലീറ്റ് എടുത്തിട്ട് ഡിലീറ്റ് റോ
കേട്ടോ. ഡിലീറ്റ് ചെയ്താലും എന്ത് വരും? 1 2 3 എന്നുള്ള അടുക്കിന് തന്നെ വരണം. ഇനി ഞാൻ 3 ഇവിടെ കെവിൻ ഡിലീറ്റ് ചെയ്യാണ്. ഞാൻ കെവിനെ ഡിലീറ്റ് ചെയ്താലും ഇവിടെ വന്ന് റോ എടുത്തു കേട്ടോ. എന്നാലും എന്ത് ചെയ്തു? നമ്മുടെ സീരിയൽ നമ്പർ ഇവിടെ അടുക്കിന് വരും. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫങ്ഷൻ റോയോ ഫങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഈ സീരിയൽ നമ്പർ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റോ ഡിലീറ്റ് ചെയ്താലും റോ നമ്പർ നമുക്ക് ഓർഡർ ഇങ്ങനെ നമുക്ക് റോ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഞാൻ വേറൊരു ഫങ്ഷൻ കാണിച്ചു തരാം. ഇത് സാധാരണ മൈക്രോസോഫ്റ്റ് 2021 പിന്നെ 365 മൈക്രോസോഫ്റ്റ് 365 പിന്നെ ഗൂഗിൾ ഷീറ്റിലൊക്കെയാണ് സാധാരണ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ വന്നിട്ട് ഒരു ഈക്വൽ സൈൻ കൊടുക്കുക. എന്നിട്ട് സീക്വൻസ് എന്ന് അടിച്ചു കൊടുക്കുക. സീക്വൻസിൻ്റെ ഇവിടെ കണ്ടില്ലേ, സീക്വൻസ് എന്നൊരു ഫങ്ഷനുണ്ട്. നമ്മൾ സീക്വൻസ് എന്ന് ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൗണ്ട് എ ഒന്ന് ടൈപ്പ് അടിക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ഓൺ ആക്കുക. എന്നിട്ട് നമ്മൾ ഈ അടുത്ത സെക്കൻഡ് കോളം ഉണ്ടല്ലോ, അത് എത്രമാത്രം നമ്മൾ ടൈപ്പ് അടിക്കാനുണ്ടോ അത്രയും നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുക. ഞാനിവിടെ വരെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണേ. ഒന്ന് ഈ ബ്രാക്കറ്റും ഇവിടുത്തെ ബ്രാക്കറ്റും, ഒന്ന് ഇവിടുത്തെ ബ്രാക്കറ്റും. എന്നിട്ട് നമ്മളൊന്ന് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് സീക്വൻസ് നമ്പർ നമുക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ജനറ്റ് എന്നുള്ളത് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഷീറ്റ് എന്ന് ഞാൻ ടൈപ്പ് അടിക്കുകയാണ്. അപ്പം ജനറ്റ് പോയിട്ടുണ്ട്, പക്ഷേ ഈ നമ്പർ മാറിയിട്ടില്ല. ഇത് 2 സെക്കൻഡ് തന്നെ കിടപ്പുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. വിദ്യ എന്നുള്ള ഈ റെക്കോർഡ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. 4 എന്നുള്ള റെക്കോർഡ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് എടുക്കുക, ഡിലീറ്റ് റോ എടുക്കുക. അപ്പോൾ വിദ്യ പോവുകയും ചെയ്തു. ഈ 4 എന്നുള്ളത് ഇവിടെ കിടക്കുന്നുണ്ട്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഇത്. പിന്നെ സീക്വൻസ് എന്നുള്ള നമ്പർ ഒരു ഫങ്ഷന് വളരെ ഈസിയാണ്. ഈസിക്കൽ ടു സീക്വൻസ് നമ്മളിപ്പോൾ ടൈപ്പ് അടിച്ചു. ഇവിടെ സീക്വൻസ് എന്ന് ടൈപ്പ് അടിച്ചിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ ഒരു 10 ഞാൻ ടൈപ്പ് അടിച്ച ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടില്ലേ 10 നമ്പർ വന്ന് വീണു. ഇനി നമുക്ക് നമ്പർ ഫില്ല് ചെയ്യേണ്ട ഈ ഒരു ഫില്ല് നമ്പേഴ്സിൻ്റെ ആവശ്യമേ ഇല്ല. ഇനി നമുക്ക് പുതിയ വെർഷനിലാണ് ഇത് കാണുന്നത്. ഇപ്പോൾ ഈ ഇടുക, സീക്വൻസ് എന്ന് അടിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെ ഇല്ല. നമ്മളിങ്ങനെ എടുക്കുക. നമുക്ക് എത്ര നമ്പറാണ് വേണ്ടത്? 100 വേണ്ടത്. 100 അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരു എൻ്റർ അടിക്കുമ്പോഴത്തേനെ നമുക്ക് 100 കറക്റ്റ് 100 നമ്പർ വരും. ഇതാണ് സീക്വൻസ് ഫങ്ഷൻ. ഇപ്പോൾ പുതിയ ഫങ്ഷനാണ്. നല്ലൊരു ഫിൽ നമ്പറിൻ്റെ നമുക്ക് ഫിൽ നമ്പറിന് സത്യത്തിൽ ഇനിയിപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യം തന്നെ വരുന്നില്ല. പക്ഷേ ഇത് പുതിയ വേർഷനിൽ ഇത് കാണുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റോ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഓക്കെ, ബൈ.